ഫോമ കൺവെൻഷൻ്റെ രണ്ടാം ദിനം ഏകദേശം കഴിയാറായിരിക്കുന്നു. വലിയൊരു മലവെള്ളപ്പാച്ചിൽ കടന്നുപോയതുപോലൊരു സന്തോഷം, ഒരു സമാധാനം. സംഗതി മറ്റൊന്നുമല്ല, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, വിജയികളെ പ്രഖ്യാപിച്ചു. അതോടുകൂടി ആ ഒരു ടെൻഷൻ അങ്ങൊഴിവായി. എല്ലാവരും തന്നെ അത്യാകാംക്ഷയിലാണ് ഈ ഇലക്ഷനെ കണ്ടുകൊണ്ടിരുന്നതെന്നുള്ളത് ആണ് സത്യം. അത് തലേന്ന് ഇന്നലെ നടന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആ അർദ്ധരാത്രിയിലും ജനമെല്ലാം കൂട്ടമായിട്ട് ഹാള് നിറച്ച ആളാണ്. ഈ സ്ഥാനാർത്ഥികളാവട്ടെ തട്ടുതകർപ്പൻ പ്രസംഗങ്ങളാണ് നടത്തുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ അന്തിച്ചു നിന്ന് പോകുന്ന പ്രസംഗങ്ങൾ, അത്രയും ഗംഭീരമായ പ്രസംഗങ്ങൾ. അതേതായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇവരൊക്കെ രാഷ്ട്രീയത്തിലുമൊക്കെ ഇറങ്ങേണ്ട ആളുകളാണ്, അത്ര പ്രഗത്ഭരായ ആളുകൾ. വാക്ചാതുരിയും അതുപോലെ തന്നെ ഉരുളയ്ക്കുപ്പേരി പോലെ പറയാനുള്ള കഴിവും എല്ലാം കൊണ്ടും നല്ല സ്ഥാനാർത്ഥികളെന്ന് തോന്നിപ്പോയി. പക്ഷേ ഇന്നിപ്പം റിസൾട്ട് വന്നപ്പോൾ ഒരു പാനൽ മാത്രമാണ് വിജയിച്ചത്. ബിജു തോണിക്കടവിൽ പ്രസിഡൻ്റായി, പോൾ ജോസ് സെക്രട്ടറിയായി, പിന്നെ ആ പാനലിലുള്ള എല്ലാവരും വിജയിച്ചു. ഈ പാനൽ, രണ്ട് പാനലിലുള്ളവരും വിജയിക്കണമെന്നുള്ളൊരു മോഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മറ്റൊന്നും കൊണ്ടുമല്ല, ഈ പാനൽ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ഛായയുണ്ട്, കുറച്ചൊരു രാഷ്ട്രീയമുണ്ട് അതിൽ. അപ്പോൾ അത് വരരുത്. ഈ സംഘടനയെ സ്നേഹിക്കുന്നവർക്ക് പാനലിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. എന്ന് കരുതി പാനലായതുകൊണ്ട്, പാനലാകാതെ ഒരു ഇലക്ഷന് മുന്നോട്ട് പോകാൻ പറ്റത്തുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ പാനൽ വൻ വിജയം നേടി. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയം, ഇത്രയധികം വിജയമുണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അവർ എല്ലാവിധ ആശംസകളും നേരുന്നു. അവർ നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ. അവർ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, അതെല്ലാം പാലിക്കാൻ അവർക്ക് കഴിയട്ടെ. പാലിക്കാനുള്ള ശ്രമങ്ങളെങ്കിലും അവർ നടത്തട്ടെ. എല്ലാ വാഗ്ദാനങ്ങളും നടത്താൻ കഴിഞ്ഞൊന്നും വരില്ല, പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ. ഓരോ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിനിടയിലും സംഘടനയുടെ നന്മ, അമേരിക്കൻ മലയാളിയുടെ നന്മ, ഇതൊക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും അളവറ്റ കലവറയില്ലാത്ത പിന്തുണ അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇനി ഈ ഇന്നത്തെ സമ്മേളനത്തെ പറ്റി നോക്കുമ്പോൾ, ഈ ഇലക്ഷനായിരുന്നു, രാവിലെ മുതൽ ആ ടെൻഷനിലാണ് എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഹളം. ഇനി രാവിലെ ഒരു ജനറൽ ബോഡി നടന്നു. ആ ജനറൽ ബോഡിയിൽ അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായി. അത് മുൻകാലത്തെ ചില കണക്കുകളെ പറ്റിയായിരുന്നു ഒരു തർക്കമുണ്ടായത്. പിന്നെ മുൻ ജനറൽ സെക്രട്ടറി OJS ജോൺ, പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ജോയിൻറ്റ് സെക്രട്ടറി, ഇവരൊക്കെ പഴയ കണക്കുകളെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. പിന്നെ പ്രസിഡന്റ് ബേബി മണക്കുന്നൽ കട്ടായമായിട്ട് പറഞ്ഞു, അതേപ്പറ്റിയൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമല്ല, നമുക്ക് ഇലക്ഷൻ നടത്തേണ്ട സമയമായി. ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് പൊതുവിൽ പലരും അഭിപ്രായപ്പെട്ടത്. ജോർജ് മാത്യു പറഞ്ഞത്, ഈ ഭാരവാഹികളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. കാരണം ഒരു സമ്മേളനം നടത്തുകയും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എത്രയോ വിഷമം പിടിച്ച കാര്യമാണ്. തൻ്റെ അനുഭവത്തിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. മുൻ പ്രസിഡൻ്റാണല്ലോ അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഭാരവാഹികളെ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെ അനുസരിക്കാനും ഒക്കെ ഒരു താല്പര്യം കാണിക്കണം, തയ്യാറെടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ് പറഞ്ഞത്, ഈ ഫോമായിൽ സംഘടനാ നേതൃത്വത്തിലേക്ക് വരുന്നവർ അതെന്തോ തട്ടിപ്പിനോ വെട്ടിപ്പിനോ അങ്ങനെയൊക്കെ വരുന്നുള്ളൊരു ധാരണ വരുത്തുന്നത് അത് ശരിയല്ല. അങ്ങനെയുള്ള ആളുകളല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സംഘടനയുമല്ല ഇത്. അപ്പോൾ തെറ്റായ ധാരണകൾ നടത്തുകയും സംഘടനയുടെ പ്രതിച്ഛായ കളയുകയും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് വളരെ വികാരഭരിതമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ചെറിയ പിന്നെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ നക്കാപ്പിച്ച ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ കണക്കൊക്കെ ചോദിച്ച് പോകുന്നത് ശരിയല്ല. കാരണം ഈ 2 വർഷം ഇവർ ഒരു സംഘടനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നു. അപ്പോൾ അത് എന്തെല്ലാം ചിലവുകൾ, എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാവും. കാണാത്ത ചിലവുകൾ, പ്രതീക്ഷിക്കാത്ത ചിലവുകൾ. അപ്പോൾ അതിൽ ഇവർക്ക് പ്രത്യേകിച്ച് ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. സ്വന്തം കയ്യിൽ നിന്നാണ് കൂടുതലും കാശെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കിള്ളിക്കിഴിച്ച് കണക്കുകളൊക്കെ ചോദിക്കുന്നത് ഒട്ടും ശരിയല്ല ഒരു ധാരണ തന്നെയാണ്, ഒരു ചിന്താഗതി തന്നെയാണ് എനിക്കുമുള്ളത്. അതങ്ങനെ തന്നെ ആയിരിക്കും വേണം. നമ്മൾ കുറച്ചുകൂടെ വിശാല മനസ്ഥിതി കാണിക്കാനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്ന് കരുതി ഈ കണക്കുകളിലൊക്കെ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കൃത്രിമത്വം കാണിക്കുന്നോ എന്നോ അർത്ഥമൊട്ട് ഇല്ലതാനും. ഇനി അത് ഒരു ഭാഗം. ഇനി മറ്റ് കാര്യങ്ങളില്ല. ഇന്ന് പിന്നെ ഇലക്ഷൻ്റെ ഈ ബഹളത്തിനിടയിൽ മറ്റു പരിപാടികളൊക്കെ അങ്ങ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. രാവിലെ ഒരു ലിറ്ററേച്ചർ സെമിനാർ വെച്ചു. കുറച്ച് പേര് ലിറ്ററേച്ചർ സെമിനാറിന് പിന്നെ നമുക്കറിയാം എത്ര പേര് പങ്കെടുക്കുമെന്ന്. അത് പിന്നെ അതിൽ താല്പര്യമുള്ളവർ വന്നാൽ മതി, താല്പര്യമില്ലാത്തവർ പങ്കെടുക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഒരു ചെറിയ തോതിൽ അത് നടന്നു. മനോഹർ തോമസ്, പിന്നെ തമ്പി ആന്റണി, പിന്നെ ഞാൻ വരെ വേദിയിലിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പുസ്തകം പോലും എഴുതാത്ത ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക്
അവിടെ ഇരിക്കാനുള്ള ഒരു അർഹതയും ഇല്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയല്ല എന്നാണ് AC ജോർജ് പറയുന്നത്. ഈ പിന്നെ പത്രപ്രവർത്തനമാണെങ്കിലും അതും എഴുത്ത് തന്നെയാണ്. പിന്നെ ഇത്രയും കാലം പിന്നെ ഈ എഴുത്തുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ മലയാളിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുതാനുള്ള പിന്നെ ഈ വേദിയിലിരിക്കാനുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ വളരെ സന്തോഷപൂർവ്വം പിന്നെ അംഗീകരിക്കുന്നു. ഇനി അവിടെയും കാര്യമായൊരു ചർച്ചയ്ക്കുള്ളൊരു വേദിയായിരുന്നില്ല. പിന്നീട് PT തോമസിൻ്റെ വക ഒരു ടാക്സ് സെമിനാറാണ്, വളരെ ഇൻഫർമേറ്റീവായ ഒരു സെഷനാണ്. പിന്നെ അതിനോട് നമ്മളിപ്പം ടാക്സ് അല്ലെങ്കിൽ നിയമകാര്യങ്ങൾ ആവശ്യം വരുമ്പോഴേ അതിനെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. നമുക്കൊരാവശ്യം, നമുക്കൊരു ഭൂമി വിൽക്കാനുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്ക് ഇതിൻ്റെ നിയമവശങ്ങൾ എന്താണ്, ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് ആലോചിക്കുകയുള്ളൂ. അല്ലാതെ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആ ഗഹനമായ സബ്ജക്റ്റ് അദ്ദേഹം വളരെ വിശദമായി പറയുകയുണ്ടായി. താല്പര്യമുള്ളവർക്ക് അത് ഗുണപ്രദവും ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി പിന്നീട് വൈകിട്ട് ഉണ്ടായ പ്രധാന പരിപാടികൾ പിന്നെ മിസ് ഫോമ, മലയാളി മന്നൻ, പിന്നെ മലയാളി മങ്ക, ഇങ്ങനെയുള്ള മത്സരങ്ങൾ. അതിൽ മിസ് ഫോമയായിട്ട് റയാന ഡാനിഷ്, കാലിഫോർണിയയിൽ നിന്ന് ഡാനിഷ് തോമസിൻ്റെ പുത്രിയാണ്. അവിടുത്തെ RVP, അവിടുത്തെ നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ RVP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. ഈ ഡാനിഷാണ് നേരത്തെ മലയാളി മന്നൻ ആയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കലാകുടുംബം. അപ്പം ഈ ഫോമാ സമ്മേളനത്തിൻ്റെ എല്ലാ സമ്മേളനത്തിലും നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടു പോകുന്ന കുട്ടിയാണ്. ഞാൻ തന്നെ ഒരു പെട്ടി നിറയെ അവാർഡുമായിട്ട് സമ്മാനങ്ങളുമായിട്ട് പോയി എന്ന് പറഞ്ഞ് ഫോമായുടെ ചിക്കാഗോ സമ്മേളനത്തിന് എഴുതി ഓർക്കുന്നു. അന്ന് ചെറിയ കുട്ടിയാണ്. അന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗത്തിൽ സമ്മാനം നേടി എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അതിശയമായിട്ട് തോന്നിയത്. 2 ഭാഷയിൽ ചെറുപ്രായത്തിൽ പ്രാവീണ്യം നേടിയെന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. അപ്പോൾ അത് ആ കുട്ടിയാണ് ഇപ്പം പിന്നെ മിസ് ഫോമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സന്തോഷമുള്ള കാര്യം. ഇനി പിന്നെ മറ്റ് മലയാളി മങ്ക അങ്ങനെയുള്ളത് അതിൻ്റെ റിസൾട്ട് പിന്നെ വരുന്നതേ ഉള്ളൂ. വന്നിട്ടുണ്ടാവും നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്. പിന്നെ പൊതുവിൽ എനിക്ക് തോന്നിയത്, ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഈ ഫുഡ് ഇന്ത്യൻ ഫുഡും ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പം കർക്കിടകം തീർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഓണം സദ്യ ഉണ്ട് ഇന്ന്. അതിലേറ്റവും എനിക്ക് അതിശയം തോന്നിയതും സന്തോഷം തോന്നിയതും അത് സദ്യ വളരെ മോശമൊന്നും അല്ലായിരുന്നു, വളരെ മെച്ചപ്പെട്ട ഒരു സദ്യയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം കൊണ്ടും കറികളും പലതരം പായസങ്ങളും ഇതെല്ലാം ആസ്വാദ്യകരമായിരുന്നു. സാധാരണ ഇവിടുത്തെ ഓണസദ്യ നമുക്കറിയാം, അമേരിക്കൻ മലയാളികളുടെ ഓണസദ്യ മിക്കവാറും ഈ തണുത്ത ചോറ്, മരവിച്ച കറികൾ, ഇതെല്ലാം കൂടെ കഴിക്കാൻ അത് 2-3 തവണ ഓണം ഉണ്ണുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ചെകിടിച്ചു പോവും. മടുത്തല്ല, ചെകിടിച്ച് പോവും. പക്ഷേ ഇത് കുഴപ്പമില്ല, നല്ലൊരു കേരള സദ്യ തന്നെ കിട്ടുകയാണ് ചെയ്തത്. വൈകിട്ടാണെങ്കിലും ഫുഡ് കുഴപ്പം ഒന്നും കണ്ടില്ല. സാധാരണ നിലയിൽ ഫുഡിന് എന്തെങ്കിലും കുഴപ്പം കണ്ടെത്താൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. ഫുഡിന് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ടെന്ന്. പക്ഷെ അങ്ങനെയില്ല, അങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. എന്തായാലും ഇതുവരെ കൺവെൻഷൻ ഭംഗിയായിട്ട് പോയി. നാളെ ഇനി ഒരു ദിവസമാണ്, നാളത്തെയാണ് സമാപന ദിവസം. അവിടെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. കുറേ പരിപാടികൾ കൂടിയുണ്ട്. പത്രക്കാരുടെ വക ഒരു ക്രോസ് ഫയർ ഉണ്ട് രാവിലെ 11 മണിക്ക്. അപ്പോൾ ഞാനും ഒക്കെ പങ്കെടുക്കുന്നൊരു പരിപാടിയാണത്. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ യുവജനതയ്ക്ക് വേണ്ടിയുള്ള പരിപാടികളുണ്ട്. ഒരു ഹെൽത്ത് ക്ലിനിക്ക്, അങ്ങനെയുള്ള പരിപാടിയുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ നാളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പുസ്തകം നോക്കി എല്ലാവരും ബിസിനസ് മീറ്റ്, അതുപോലെ തന്നെ പിന്നെ വൈകിട്ടാണ് ക്ലോസിംഗ് സെറിമണി. അതിനോടൊപ്പം തന്നെ ഫാഷൻ ഷോ, പിന്നെ ഗാല എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അതിന് ശേഷം. അപ്പോൾ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാം. നമ്മുടെ ബന്ധങ്ങളൊക്കെ പുതുക്കുകയും 2-3 ദിവസം അടിച്ചു പൊളിച്ചതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് മറ്റന്നാൾ ഞായറാഴ്ച പിരിയാൻ താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇവിടെ തങ്ങുകയും ചെയ്യാം.